ഇതെന്താന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ നാടൻ പുളിയാണ്, നമ്മുടെ വീട്ടിലുണ്ടായ പുളിയാണ്. അത് പുളിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇതുപോലെയുള്ള മൺകലത്തിൽ കഴിഞ്ഞ കൊല്ലം കെട്ടി വെച്ചതാണ് കേട്ടോ. അതിപ്പോ നല്ല പാകമായിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കാണാല്ലേ, നല്ല ബ്ലാക്ക് കളറൊക്കെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ പുളി ഇപ്പോൾ വേറൊരു ഭരണിയിലേക്ക് മാറ്റണം. അപ്പോൾ ഈ വർഷം ഉണ്ടായ പുളിയാണിത്. അപ്പോൾ ഈ പുളിയാണ് ഒരു വർഷം കൊണ്ട് ഈ രൂപത്തിലായി മാറിയത്. അപ്പോൾ ഈ പുളിയെ നമ്മൾ ഇതുപോലെ ഈ കലത്തിൽ മൺകലത്തിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതൊട്ടും കേട് വരില്ല. നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം, കേട് വരാതെ സൂക്ഷിക്കാം. പിന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ കറി ഉണ്ടാക്കിയാലും അതെ, പിന്നെ പുളിയിഞ്ചിയൊക്കെ ആണെങ്കിലും അതെ, ഭയങ്കര ടേസ്റ്റായിരിക്കും. നല്ല ബ്ലാക്ക് കളറിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതൊന്ന് പുളി ആകെ നല്ല കുതിർന്ന് നല്ല പാകമായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അറിയുണ്ടാവും, നമ്മുടെ മുത്തശ്ശിമാർക്കൊക്കെ അറിയാം, വീട്ടിലുള്ള വയസ്സായവരൊക്കെ ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ഈ മൺകലത്തിൽ പുളി, ഒരു ലെയർ പുളി ഇടുക, പിന്നെ ഒരു ലെയർ ഉപ്പിടുക, പിന്നെ പുളി ഇടുക, പിന്നെ ഒരു ലെയർ ഉപ്പിടുക. അങ്ങനെയാണ് നമ്മളിത് സൂക്ഷിക്കുന്നത്. അങ്ങനെ ഒരു വർഷത്തോളം നമ്മളത് ഇങ്ങനെ തൊടാതെ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്ക് ഈ പരുവത്തിലായി വരും. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയില്ലേ നിങ്ങൾക്ക്? അപ്പം എത്ര കാലം വേണമെങ്കിലും നമുക്ക് പുളി ഇങ്ങനെ സൂക്ഷിക്കാം. അപ്പോൾ ഇവിടെ ഒരു ഭരണി നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭരണി നമുക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതും അതുപോലെ കെട്ടി വയ്ക്കാം. പിന്നെ ഈ ഒരു പുതിയ പുളി നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്യും. ഇതേ രീതിക്ക് നമ്മൾ പുതിയ പുളിയെ സെറ്റ് ചെയ്യണം. അപ്പോൾ ആ പുളി നമ്മൾ അടുത്ത വർഷമാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഇനി ഈ വർഷം സെറ്റ് ചെയ്യുന്ന പുളി നമ്മൾ അടുത്ത വർഷത്തോട് കൂടിയിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഉപയോഗിക്കാം, പക്ഷെ കൂടുതൽ ടേസ്റ്റ് വരുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും, അതായിരിക്കും. കേട് കൂടാതെ ഇരിക്കാനും നല്ലത് അതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ പുളി ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ.